നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കുക നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ആളുകളുടെ നിന്നായിരിക്കും. നമ്മൾ ഒരിക്കലും ഓക്കെ ഇയാൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് എനിക്കൊരു സപ്പോർട്ട് വരും, എൻ്റെ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെ സപ്പോർട്ട് വരും എന്നുള്ളത് നമ്മൾ ജന്മത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. ഇനിഷ്യലി നമ്മൾ ബിസിനസ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ഇനിഷ്യൽ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പല ആളുകളും ആക്സിഡൻ്റൽ ഓണ്ടർപ്രണേഴ്സ് ആയിരുന്നു. അത്ര പ്ലാൻ ചെയ്ത് ബിസിനസ്സിലേക്ക് വന്ന ആളുകളൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ ബിസിനസ് തുടങ്ങിയ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓക്കെ ഇത് നമ്മൾ വിചാരിച്ച പോലെയല്ല. നമ്മൾ ബിസിനസ് തുടങ്ങിയപ്പോൾ നമ്മൾ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ നമുക്ക് ബന്ധുക്കൾ ഇത്ര പേരുണ്ട്, നമ്മുടെ കൂട്ടുകാർ ഇത്ര പേരുണ്ട്, ഇവരെല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും, ഇവരെല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് സർവീസ് എടുക്കും. നമ്മൾ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇവനൊന്നും ജന്മം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ കടയിൽ നിന്ന് മേടിക്കത്തില്ല. നമ്മുടെ കടയിൽ നിന്ന് അഥവാ കടയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, പരിചയമുള്ളതല്ലേ, കുറച്ച് ഡിസ്കൗണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കുക നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ആളുകളുടെ നിന്നായിരിക്കും. നമ്മൾ ഒരിക്കലും ഓക്കെ ഇയാൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് എനിക്കൊരു സപ്പോർട്ട് വരും, എൻ്റെ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെ സപ്പോർട്ട് വരും എന്നുള്ളത് നമ്മൾ ജന്മത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. എന്നാൽ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്തേണ്ടത്. കാരണം നമ്മൾ ബിസിനസ്സിന് ഇനിഷ്യലി കുറച്ച് ആളുകളൊക്കെ ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു. നമ്മൾ ഇനിഷ്യൽ ഫേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ് മോഡലിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ ബിസിനസ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റണം. നമ്മൾ മേ ബി വിചാരിച്ചിട്ടുണ്ടായിരിക്കും, ഓക്കെ നമ്മൾ പുതിയൊരു സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മളിപ്പം നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ പുതിയൊരു സർവീസ് ഞാൻ ലോഞ്ച് ചെയ്യുവാണ്. നമ്മളിത് ലോഞ്ച് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും, നമുക്ക് തോന്നി ഇന്നൊരു സർവീസ് മാർക്കറ്റിൽ കുറവുണ്ട്, ഇന്ന കാര്യം ചെയ്യാൻ ആൾക്കാരില്ല, അത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നി, ഇന്ന ഒരു കാര്യം ചെയ്തു തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടായിരിക്കാം ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കുന്നത്. അന്നേരം ഞാൻ വിചാരിച്ചു, ഞാൻ അതിന് ഇത്ര രൂപയൊക്കെ പേ ചെയ്യാൻ ഞാൻ വില്ലിങ് ആണ്. അന്നേരം ഈ ഒരു പ്ലാൻ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒരു സർവീസിനെ കുറിച്ച്, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, ആരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കസ്റ്റമേഴ്സ് അല്ലേ, നമ്മുടെ കസ്റ്റമേഴ്സിന് തോന്നണം. നമുക്ക് എന്ത് തോന്നിയിട്ടും കാര്യമില്ല, അവന് തോന്നിയില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. അന്നേരം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ്, അന്നേരം ബിസിനസ് പുതിയതായിട്ട് തുടങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് പ്രിപ്പയർ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഇത് മുമ്പോട്ട് കണ്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ മുമ്പോട്ടുള്ള ഓരോ സ്റ്റെപ്പും നമ്മൾ വെക്കാൻ. അതായത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ഫീഡ്ബാക്കിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ് മോഡലിനെ കുറച്ചും കൂടെ ഒന്ന് റിയലൈൻ ചെയ്യണം. നമ്മൾ നിലവിൽ ഒരു പ്രീമിയം സർവീസ് ആയിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കുക, അത് മേ ബി അത്ര ഡിമാൻഡ് കാണത്തില്ലായിരിക്കും. എന്നാൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായ, കസ്റ്റമർക്കും ഫീസിബിളായ ഒരു സർവീസ് അവരുടെ ഫീഡ്ബാക്കിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, റിയലൈൻ ചെയ്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരണം. ഇനി വൺസ് നമ്മൾ ആ ഒരു ഫേസിൽ നിന്നൊക്കെ നമ്മൾ മുമ്പോട്ട് വന്നു, നമ്മൾ അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ ആയി, 1-2 കസ്റ്റമർ കുറേ പേരെയൊക്കെ പോയി കണ്ടു, കുറച്ച് ബിസിനസ്സൊക്കെ നമുക്ക് കിട്ടി, അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ ആയി, നമ്മൾ അത് വലിയ കുഴപ്പമില്ലാതെയൊക്കെ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. നമ്മൾ എന്ത് ചെയ്യണം, ഈ കിട്ടിയ വർക്കിൻ്റെ ബേസിൽ തന്നെ നമുക്ക് പിന്നെയും കുറച്ച് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിൻ്റെ ഒക്കെ ബേസിൽ കുറച്ചും കൂടെ വർക്കുകളൊക്കെ വരുന്നു. ഇവിടെയാണ് നമ്മളൊരു സർവൈവൽ ഫേസിലോട്ട്, നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള നമ്മളൊരു സർവൈവൽ ഫേസിലോട്ട് വന്നു. പക്ഷേ ഇവിടെയാണ് നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ടത്. ഈ സർവൈവൽ ഫേസ്, സ്റ്റേബിൾ ഫേസ് എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു പ്രശ്നമുള്ളൊരു ഫേസും കൂടിയാണ്. കാരണം നമ്മൾ ഈ സ്ട്രഗ്ലിംഗ് ഫേസിൽ നിന്ന് നമ്മൾ ഈ സർവൈവൽ ഫേസിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, ഇനിയൊന്നും നമുക്ക് ബിസിനസ്സിൽ അച്ചീവ് ചെയ്യാനില്ല. അല്ല, നമ്മൾ മോസ്റ്റ് പ്രോബ്ലി ഈ ഒരു ഫേസിൽ നമ്മൾ ആ ഒരു സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ആ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രാപ്പിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബിസിനസ്സിനെ നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ബിസിനസ്സിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ ഈ ഒരു ഫേസിലാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫേസിലോട്ട് എത്തുമ്പം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്യുക, ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് ഒരു കൃത്യമായിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുക, ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്റ്റാഫിനെ കടത്തിവിടുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. ഇനി അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാനുള്ളൊരു നെക്സ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു സിസ്റ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഓരോ ഫംഗ്ഷനുകളിലും വർക്ക് ചെയ്യാൻ ആളുകളുണ്ട്, മാർക്കറ്റിംഗ് ചെയ്യാൻ ആളുണ്ട്, സെയിൽസ് ചെയ്യാൻ ആളുണ്ട്, ഓപ്പറേഷൻസ് ആളുണ്ട്. അവിടെയും ഒരു പരിധി വരെ എന്താണ്, നമ്മളെ ഡിപ്പെൻഡൻ്റ് ആണ്, ഈ സ്റ്റാഫ് നമ്മളെ ഡിപ്പെൻഡൻ്റ് ആണ്. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ നമ്മുടെ ബിസിനസ്സിൽ സെക്കൻഡ് ലൈൻ ലീഡേഴ്സിനെ നമ്മൾ ബിൽഡ് ചെയ്യണം. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന, ഒരു പരിധി വരെ നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് പലതും നമ്മൾ എടുക്കേണ്ടി വരുമായിരിക്കും. എന്നാലും ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള സെക്കൻഡ് ലൈൻ കമാൻഡ്, ഒരു നമുക്ക് തൊട്ട് താഴെ പടത്തലവന്മാരെ പോലെ നിൽക്കാൻ പറ്റുന്ന, ഓരോ ആസ്പെക്റ്റിലും നിൽക്കാൻ പറ്റുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്
നമ്മുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം. കാരണം പല ബിസിനസ്സുകളിലും കാണുന്നൊരു കാര്യമാണ്. കുറച്ച് ആളുകളൊക്കെ പറഞ്ഞു ഓക്കെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പ്രശ്നം വരാൻ പോകുന്നത്. ഫൗണ്ടേഷൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ചെറിയൊരു സ്ഥാപനമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വലിയ തട്ടുകേട് വരത്തില്ല, കാരണം അതൊരു ചെറിയൊരു സ്ഥാപനമാണ്. പക്ഷേ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് നമ്മൾ ഇത് ലാർജ് സ്കെയിൽ ആക്കുമ്പോഴാണ്. ഉള്ളത് മുഴുവൻ പൊടിഞ്ഞ് താഴെ വീഴും. അന്നേരം ഒരു കാരണവശാലും നമ്മൾ കണ്ണും പൂട്ടി എക്സ്പാൻഡ് ചെയ്യരുത്. എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള നമുക്ക് സെക്കൻഡ് ലൈനിങ് കമാൻഡ് ആയിട്ടുള്ള ടീം ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തി നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബിസിനസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ. അന്നേരം സെക്കൻഡ് ലൈനിങ് കമാൻഡ് നമുക്കൊരു ടീം ലീഡേഴ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലുള്ള മെച്ചം എന്തുവാണ്, പിന്നെ നമുക്ക് സ്ട്രാറ്റജി ഓക്കെ ഇനി എന്ത് കൊളാബറേഷൻ ചെയ്യാൻ പറ്റും, ഇനി എന്ത് പുതിയ ബിസിനസ് ഐഡിയ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്താൽ മതി, രാവിലെ ഓഫീസിലോട്ട് ചെല്ലുന്നു എന്ന് ചിന്തിക്കുന്നു. കാരണം കഴിഞ്ഞ കുറേ ആളുകളായിട്ട് നമ്മൾ പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആർക്കൊക്കെ എന്തൊക്കെ പണി കൊടുക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുകയാണ് അല്ലേ. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഗ്രോത്ത്, ബിസിനസ്സിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. അന്നേരം ഇതാണ് നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്നതിന് നമ്മുടെ ഒരു റൂട്ട് എന്ന് പറയുന്നത്.